എല്ലാവർക്കും മാത്സിൻ്റെ അടുത്ത ഒരു ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ സർക്കിൾ എന്ന പാഠഭാഗത്തിലെ ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. ചതുർഭുജത്തിൻ്റെ കോണുകൾ കാണുക. ഇവിടെ ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇതിലൊരു ചതുർഭുജമുണ്ട്. ഈ ചതുർഭുജത്തെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററൽ നമ്മൾ പറയുന്നത് ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നാണ്. അതിൻ്റെ കാരണം അത് ഒരു വൃത്തത്തിൻ്റെ ഉള്ളിലാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വേർട്ടസിലൂടെ 4 മൂലയുടെയും കടന്നു പോകുന്ന വൃത്തം വരച്ചിരിക്കുന്നു. ആയതിനാൽ ഈ ചതുർഭുജത്തെ ചക്രീയ ചതുർഭുജം എന്ന് പറയാം. അതിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടതാണ്. അതിൻ്റെ എതിർക്കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ കോണും ഇവിടെയുള്ള മുഴുവൻ കോണും കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടുമെന്ന് പറയും. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ ഇവിടെയുള്ള ഏതാനും ചില കോണുകൾ, അതായത് 3 ചെറിയ കോണുകൾ മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ കോണുകളും കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുന്നേ പഠിച്ച ഒരു കാര്യം ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ ചില ആളുകൾ എന്നല്ല, പല ആളുകൾക്കും പല കുട്ടികൾക്കും ഈ വരച്ച വരയെക്കുറിച്ച് ഒരു സംശയം വരാനിടയുണ്ട്. പല ആളുകളും അത് ഇങ്ങനെയുള്ള ചോദ്യം കിട്ടുമ്പോൾ വ്യാസമായി കണക്കാക്കാറുണ്ട്, അഥവാ ഡയാമീറ്ററായിട്ട് കണക്കാക്കാറുണ്ട്. പക്ഷേ ഇത് ഡയാമീറ്റർ ആണോ? ഈ 2 വരകൾ അഥവാ വ്യാസങ്ങളാണോ? അല്ല. വ്യാസമായിരുന്നെങ്കിൽ പ്രത്യേകം ചോദ്യത്തിൽ പരാമർശിക്കും അഥവാ പറയും. അപ്പോൾ അങ്ങനെ പറയാത്ത പക്ഷം നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം അത് വ്യാസമാണ് എന്ന് എഴുതുന്നത് തെറ്റായ രീതിയാണ്. അങ്ങനെ ഇത് വ്യാസമായിരുന്നെങ്കിൽ ഈ കോൺ 90 ഡിഗ്രി ആവുകയും ഇത് 30, അപ്പോൾ ഈ കോൺ 60 ഡിഗ്രി എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ആ ചോദ്യത്തെ സമീപിക്കേണ്ടത്. എങ്ങനെയാണ്? അതിൻ്റെ മുന്നേ നമ്മൾ പഠിച്ച ചാപത്തിൻ്റെ കോണുകൾ എന്ന് പറയും. ഇത് ചാപമാണ് അല്ലേ, ആർക്ക് എന്ന് പറയും. അപ്പം നമുക്ക് ആ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ ഈ ഭാഗത്തിലേക്കൊന്ന് വരാം. ഓക്കെ, നോക്കൂ, ഞാനിവിടെ ഒരു പേര് കൊടുക്കുകയാണ്. AB എന്ന് ഞാനൊരു പേര് കൊടുത്തു. AB എന്ന് പേര് കൊടുത്തു. ഇവിടെ CDEF എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇത് ഈ കോണുകളുടെ പ്രത്യേകത എന്താണ്? നോക്കൂ, AB എന്ന് പറയുന്ന ഈ ചാപം കണ്ടോ? AB എന്ന് പറയുന്ന ഈ ചാപത്തിൻ്റെ മറുചാപം അല്ലെങ്കിൽ ശിഷ്ടചാപം ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയും. ഏതാണ്? AB-യുടെ ആൾട്ടർനേറ്റ് ആർക്ക് അല്ലെങ്കിൽ ശിഷ്ടചാപം, മറുചാപം എന്നൊക്കെ പറയും. അത് ഏതാണ്? ഈ എയിൽ നിന്ന് തുടങ്ങി ഈ ബിയിൽ എത്തുന്നത് വരെയുള്ള ഭാഗങ്ങളൊക്കെ പെടും. ആ ഭാഗത്ത് എയിൽ നിന്നും ബിയിൽ നിന്നും ഉണ്ടാകുന്ന കോണുകളെല്ലാം തന്നെ തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്തുകൊണ്ടാണ്? ഈ കോണുകളെല്ലാം തന്നെ വൃത്തത്തിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത് എയിൽ നിന്നും ബിയിൽ നിന്നുമാണ്. അപ്പോൾ നമുക്ക് പറയാം ഈ കോണുകളെല്ലാം തന്നെ തുല്യമാണെന്ന് പറയാം. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് ഒരു കോണ് പോകുന്നുണ്ടായിരിക്കും. ഇവിടെ അത് വരച്ചിട്ടില്ല, എന്നിരുന്നാലും ഒരു കോൺ ഉണ്ടാവുമല്ലോ അല്ലേ? ആ കോൺ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ഇവിടെയുള്ള എല്ലാ കോണുകളും. ആ കോൺ 100 ഡിഗ്രി ആണെങ്കിൽ ഈ കോണൊക്കെ 50 ഡിഗ്രി ആയിരിക്കും. ആ കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന കോണുകളൊക്കെ 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ പേര് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത തോന്നാം. നോക്കൂ, ഈ കോണിൻ്റെ പേര് നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ? ഈ കോണിൻ്റെ പേരൊന്ന് എഴുതൂ. സി എന്ന് എഴുതുന്നതിന് പകരം അതിൻ്റെ അഡ്രസ്സ് കൂട്ടി പറയാം അല്ലേ? എങ്ങനെയാ പറയാ? ഒന്ന് പറഞ്ഞേ. കോൺ ACB എന്ന് പറയാം അല്ലേ? എയിൽ നിന്ന് തുടങ്ങി ബിയിൽ അവസാനിക്കുന്നു. ദേ പോകുന്നു, കണ്ടോ? ACB എന്ന് പറയും.
അതേ രൂപത്തിൽ ഈ ഡി എന്ന് പറയുന്ന ഈ കോണിന്റെ പേരെന്ന് പറഞ്ഞു നോക്കാൽ അതും എന്തിനാ പോകുന്നത്? എ ഡി ബി എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നോക്കൂ പ്രത്യേകത, അതിന്റെ തുടക്കത്തിൽ എ എന്നും അവസാനിക്കുന്നത് ബി എന്നുമാണ്. ഇവിടെയും തുടക്കത്തിൽ എ എന്നും അവസാനിക്കുന്നത് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ആ കോണുകൾ തുല്യമായിരിക്കും. ദെൻ അടുത്ത കോണിന്റെ പേര് പറയാം, കോൺ എ ഇ ബി എന്ന് പറയും അല്ലേ. ശരിയല്ലേ? ഇത് തുടങ്ങിയിട്ടുള്ളത് എയിൽ നിന്നും അവസാനിച്ചിട്ടുള്ളത് ബിയിൽ നിന്നുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 കോണും തുല്യമാണ്. അടുത്തത് എ എഫ് അല്ലേ, എ എഫ് ബി എന്ന് പറയും അല്ലേ, എ എഫ് ബി എന്ന് പറയും. ഇതെല്ലാം ഈ കോണുകളെല്ലാം തന്നെ തുടങ്ങിയത് എയിൽ നിന്നും അവസാനിക്കുന്നത് ബിയിൽ നിന്നുമാണ്. എവിടെ പോയിട്ടാണ് അവ വന്നിട്ടുള്ളത്? വൃത്തത്തിൽ തട്ടിയാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ആ കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിനെ പറയുന്നത് ഒരേ ചാപത്തിലെ കോണുകൾ എന്നാണ് അല്ലേ. അതായത് ഒരു ഭാഗത്തിലുള്ള കോൺ, വൃത്തത്തെ ഒരു ഞാൻ വരക്കുമ്പോൾ 2 ഭാഗങ്ങളാകുന്നു അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. വൃത്തത്തെ വ്യാസം വരച്ചാലോ 2 ഭാഗങ്ങളാകുന്നു. അതിന് നമ്മൾ പ്രത്യേകം പറയുന്നത് എന്ത്? അർദ്ധവൃത്തങ്ങൾ എന്ന് പറയും. അതായത് വ്യാസം വരച്ചാൽ, ഡയാമീറ്റർ വരച്ചാൽ സെമി സർക്കിൾ എന്ന് പറയും. കോഡ് വരച്ചാൽ അതിന് 2 ഭാഗങ്ങൾ എന്ന് പറയും അല്ലേ. ആ ഒരു ഭാഗത്തെ ഒന്ന് ആർക്കെന്നും മറ്റേത് ആൾട്ടർനേറ്റ് ആർക്കും, ചാപവും ശിഷ്ടചാപവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു രീതി ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 3 കോണുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 3 കോണുകൾ കൂടി എക്സ്ട്രാ കണ്ടുപിടിക്കാം. ഏത് ഉപയോഗിച്ചിട്ട്? ഈ തത്വം ഉപയോഗിച്ചിട്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതിന് വേണ്ടി നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം അല്ലേ. ഇവിടെ ഞാനൊരു എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഓക്കെ ആവുന്നല്ലോ. ആദ്യം നമുക്ക് ഈ എ ബി എടുക്കാം അല്ലേ. ഈ എ ബി എന്ന് പറയുന്ന എയിൽ നിന്നും ബിയിൽ നിന്നും വൃത്തത്തിലേക്ക് പോകുന്ന കോണുകളൊന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ് വൃത്തത്തിലേക്ക് പോകുന്ന കോണുകൾ? നോക്കൂ, എ ഡി ബി അല്ലേ. അതുപോലെ തന്നെ എ സി ബി. ഞാനതൊന്ന് എഴുതി വെക്കാണ് ഇവിടെ. തന്നെ എ ഡി ബി എന്ന് പറയുന്നത്, അതായത് ഇവിടെയുള്ള ഈ കോണാണ് പറയുന്നത്. ഇത് എ ഡി ബി അല്ലേ. അതറിയോ നമുക്ക്? ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. ഇനി ഇതിനോട് തുല്യമായിട്ടുള്ള കോൺ ഏതാണ്? ഇതിനോട് തുല്യമായിട്ടുള്ള കോൺ എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിലെ, എയിൽ നിന്ന് പോയി ബിയിൽ അവസാനിക്കുന്നതായിരിക്കണം. അപ്പൊ അതേതാണ്? എ സി ബി അല്ലേ. എ സി ബി. ഈ 2 കോണും തുല്യമാണ്. പക്ഷേ അതിൽ ഒരെണ്ണം പോലും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് നമുക്ക് എന്തെടുക്കാം? ഇപ്പൊ നമ്മൾ എ ബി എടുത്ത് കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തത് എ ഡി എടുക്കാം നമുക്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ എ ഡി എന്ന് പറയുന്നത് ഈ ചാപം എടുക്കുക കണ്ടോ, ഈ ആർക്ക് എടുക്കുക. അപ്പൊ ഇതിന്റെ ബാക്കി വരുന്ന റിമൈനിങ് ആർക്ക് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്ക്, ശിഷ്ടചാപം എന്നൊക്കെ പറയുന്ന ഏതാണ്? ഈ ഡിയിൽ നിന്ന് ഈ ഭാഗത്തിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഭാഗത്ത് ഉണ്ടാകുന്ന, അതായത് ഈ ഭാഗത്ത് ഉണ്ടാകുന്ന എയിൽ നിന്നും ഡിയിൽ നിന്നും പോകുന്ന കോണുകൾ ഏതൊക്കെയാണ്? അപ്പൊ നമുക്കൊരു എഴുതാമല്ലോ. എവിടെ ഏതാ? ഡിയിൽ നിന്ന് പോയി എയിൽ തിരിച്ചെത്തണം. അപ്പൊ നമുക്ക് ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ മതി. ഡിയിൽ നിന്ന് ഇതാ പോയി ഇവിടെ ടച്ച് ചെയ്ത് നേരെ എയിലേക്ക് വന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ പേരെന്താണ്? ഡി സി എ. ഡി സി എ. അത് എത്രയാ തന്നിട്ടുണ്ട്? എത്രയാ? 30 ഡിഗ്രി. അപ്പൊ അതവിടെ എഴുതിയൊക്കെ 30 ഡിഗ്രിയാണ്. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു കോണും കൂടി ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പൊ അതേതാ? ഡി ബി എ അല്ലേ. ഡി ബി എ എന്ന് പറയുന്നു. ഇപ്പോ ഡി ബി എ അത് എത്ര തന്നെ ആയിരിക്കും? നോക്കൂ, ഡിയിൽ നിന്ന് പോയി എയിലെത്തി, ഡിയിൽ നിന്ന് പോയി എയിലെത്തി. അപ്പോ ആ കോണും എന്ത് തന്നെ ആയിരിക്കും? 30 ഡിഗ്രി. അപ്പൊ നിങ്ങൾക്ക് ഒരു കോണ് കിട്ടിയില്ലേ ഇപ്പോ? അപ്പോ ഈ കോണ് നിങ്ങൾക്ക് എന്തെഴുതാം? ഇത് 30 ഡിഗ്രി എന്ന് എഴുതാം അല്ലെ. ഇപ്പൊ നമ്മൾ 30 ഡിഗ്രി കോണ് നമ്മൾ കണ്ടുപിടിച്ചു. ഒരു കോണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഒരു കോണും കൂടി അല്ലേ. അപ്പൊ നമുക്കിനി അടുത്ത ഡി സിയിലേക്ക് പോകാം. അപ്പോൾ ഡി സി ഉപയോഗിക്കും. ഇനി ഡി സി എന്ന് പറയുമ്പോൾ ഡിയിൽ നിന്നും സിയിൽ നിന്നുമാണ് വേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കൂ, സി ബി ഡി ശരിയല്ലേ. അപ്പൊ അതൊന്ന് എഴുതി നോക്കും. സി ബി ഡി ഈക്വൾ ടു എത്രയാ? 45 ഡിഗ്രി. ക്ലിയർ ആവുന്നുണ്ടോ? സി ബി ഡി അല്ലേ, അത് 45 ഡിഗ്രിയാണ്. അത് നമ്മൾ എഴുതി. ഇനി അതേ സിയിൽ നിന്ന് പോയി ഡിയിലെത്തുന്ന മറ്റൊരു കോൺ കണ്ടെത്താൻ
സിയിൽ നിന്ന് രണ്ട് വരകളാണ്, ഒന്ന് ഇങ്ങോട്ടും മറ്റൊന്ന് ഇങ്ങോട്ടും അല്ലേ. അപ്പൊ ഇനി അടുത്ത വരയിലൂടെ പോവാ, അടുത്ത വഴി എന്ന് പറയുന്നത് ഇതാണ്. അത് പോയി ഇവിടെ ടച്ച് ചെയ്തു ഇങ്ങനെ വന്നു. അപ്പൊ കോണിന്റെ പേരെന്താ? കോൺ സി എ ഡി ഈക്വൽ ടു എത്ര തന്നെ ആയിരിക്കും? 45 ഡിഗ്രി. അപ്പൊ അടുത്ത ഭാഗം നമുക്ക് കിട്ടി 45 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ അടുത്തത് ഏതാ? ഇനി നമുക്ക് എടുക്കാനുള്ളത് ബി സി ആണ് അല്ലേ. എ ബി എടുത്തു, എ ഡി എടുത്തു, ഡി സി എടുത്തു, ഇനി ബി സി എടുക്കാം അല്ലേ. അപ്പൊ ബി സി എടുക്കുമ്പോൾ ബിയിൽ നിന്നും സിയിൽ നിന്ന് പോകുന്നു. അപ്പൊ നോക്കൂ, പറയാം അല്ലേ. ബി ഡി സി അല്ലേ, കോൺ ബി ഡി സി ഈക്വൽ ടു എത്രയാ? 50 ഡിഗ്രി. അത് തന്നിട്ടുണ്ട് 50 ഡിഗ്രി, എങ്കിൽ ഒരു 50 കൂടി കിട്ടും. ഒന്ന് പറയാൻ ശ്രമിച്ചേ. ബി എ സി എന്ന് പറയുന്നത് അല്ലേ, ബി എ സി. നോക്കൂ, പ്രത്യേകത നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ബിയിൽ നിന്ന് തുടങ്ങി സിയിൽ അവസാനിച്ചു, ബിയിൽ നിന്ന് തുടങ്ങി സിയിൽ അവസാനിച്ചു, രണ്ട് കോണും ഇതായിരിക്കും, തുല്യമായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ 50 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കിട്ടേണ്ട ഒരേ ഒരു കോണെന്ന് പറയുന്നത് ഈ കോണും ഈ കോണും അല്ലേ. ഇത് രണ്ടും തുല്യമായിരിക്കുമല്ലോ അല്ലേ, കാരണം അത് എ ബിയിൽ നിന്ന് പോകുന്നതാണ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് മാത്രം നമ്മൾ ഇനി ശ്രദ്ധിച്ചാൽ മതി. അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പറഞ്ഞില്ലേ, ഈ കോണ്, അതായത് ഡി എന്ന് പറയുന്ന ഈ വലിയ കോണും ബി എന്ന് പറയുന്ന ഈ വലിയ കോണും കൂട്ടിയാൽ എന്ത് കിട്ടണം? 180 കിട്ടണം. എന്താ കാരണം? ഇതൊരു സൈക്ലിക് കോർഡിലേറ്ററാണ്, ചക്രീയ ചതുർഭുജം. ഇത് തന്നെ ചെയ്യണമെന്നില്ല, ഇത് ചെയ്താലും മതി. ഓക്കെ ആണല്ലോ അല്ലേ. അപ്പൊ നമ്മൾ ആ സൈഡിൽ നമുക്ക് ചെയ്തു നോക്കാം അല്ലേ. ഈ കോണ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് നമ്മൾ ചെയ്യണം? ഇവിടെയുള്ള ഈ കോണ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇതിന്റെ പേരെന്താ? എ ഡി ബി. നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യാന്ന്? എ ഡി ബി ഈക്വൽ ടു ഈ കോണും ഇതും കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? 180. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ കോണ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്ന് 50ഉം 45ഉം 30ഉം കുറച്ചാൽ മതി അല്ലേ. അപ്പൊ 180 മൈനസ് 50 പ്ലസ് 30 പ്ലസ് 45 അല്ലേ. അപ്പൊ എന്താ വരുന്നത്? 180 മൈനസ് 50 പ്ലസ് 30 അല്ലേ. ഇവിടെ എന്താ വരുന്നത്? 80. 80ഉം 45 എന്ന് പറയുമ്പോൾ 125. 180ൽ നിന്ന് 125 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ 55 ഡിഗ്രി എന്ന് പറയുന്നതാണ് അല്ലേ. ഇപ്പൊ ഏത് കോണാണ് കിട്ടിയത്? എ ഡി ബി എന്ന് പറയുന്ന കോൺ എത്ര കിട്ടി? 55 കിട്ടി. ഇപ്പൊ നമുക്ക് അവിടെ എഴുതാം, ഒന്നെങ്കിൽ മുകളിൽ എഴുതാം, അല്ലെങ്കിൽ ഏറ്റവും അവസാനം എഴുതാം അല്ലേ. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ഏതാണ്? കോൺ എ ഡി ബി ഈക്വൽ ടു 55 ഡിഗ്രി. അതുപോലെ തന്നെ അല്ലെ, അത് 55 ഡിഗ്രി ആണെങ്കിൽ എന്താ? എ സി ബി എന്ന് പറയുന്നത് 55 ഡിഗ്രി. എല്ലാ കോണും കിട്ടിയല്ലോ അല്ലെ. പിന്നെ നമുക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ചതുർഭുജത്തിന്റെ കോണുകൾ. ചതുർഭുജത്തിന്റെ കോണുകൾ അല്ലെങ്കിൽ കോർഡിലേറ്ററിന്റെ കോണുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എ ബി സി ഡി എന്നുള്ളതാണ് അല്ലെ. ഏതൊക്കെയാണ്? എ ബി സി ഡി. അപ്പൊ എ എന്ന് പറയുന്നത് എത്രയാണ്? 50, 45, 95 വരും അല്ലെ. അതുപോലെ ബി എന്ന് പറയുന്നത് എത്രയാണ്? 30, 45, 75 അല്ലെ. അതുപോലെ ഇവിടെ എത്രയാണ്? 55 അല്ലെ. ഇവിടെ 55 ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ 50ഉം 55 എന്ന് പറഞ്ഞാൽ 105 അല്ലെ. ഇവിടെ എന്താ എത്ര വരുന്നത്? 30ഉം 55 എന്ന് പറഞ്ഞാൽ 85. കിട്ടിയോ? അപ്പൊ നോക്കൂ, ഇത് 95ഉം ഇത് 85ഉം. അപ്പൊ കൂട്ടുമ്പോൾ എന്താവുന്നുണ്ട്? 180 ആവുന്നുണ്ട്. ഇത് എത്രയാ? 75ഉം ഇത് 105ഉം. അപ്പോഴും കൂട്ടുമ്പോൾ എന്താകുന്നുണ്ട്? 180 ആകുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ചില ഭാഗത്ത് ഇതിന്റെ ഉള്ളിലുള്ള വികർണങ്ങൾ കൂട്ടിമുട്ടുന്ന കോണുകൾ കൂടി കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. അത് വളരെ എളുപ്പമാണ്. എങ്ങനെയാ? ഇത് 30ഉം ഇത് 50ഉം അല്ലേ അല്ലേ. അപ്പൊ ഈ കോണ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ, കാരണം ഇതൊരു ത്രികോണമാണ്, ട്രയാങ്കിൾ ആണ്. 30, 50 എന്ന് പറഞ്ഞാൽ 80, ബാക്കി എത്ര? 100. ഇത് 100 ആണെങ്കിൽ ഇവിടെ എത്ര? 80. രേഖീയ ജോഡി അല്ലേ. ഇത് 80 ആണെങ്കിൽ ഇത് 100, ഇത് 80. അപ്പൊ ഇത് എഴുതാൻ വളരെ എളുപ്പമാണ്. ഈ ഭാഗം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇനി ഈ ഭാഗത്തിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു തെളിയിക്കാനുള്ള ചോദ്യമാണ് അല്ലേ. അതായത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റൻ ആയിട്ട് പറയാം. ഇൻ ദ പിക്ചർ, bisectors of adjacent angles of the quadrilateral ABCD. So ABCD, the quadrilateral, the big one, ABCD. Okay, ABCD എന്ന് പറയും. Intersect at PQRS. Prove that PQRS is a cyclic quadrilateral. ചിത്രത്തില് ABCD എന്ന് പറയുന്ന ഈ വലിയ ചതുർഭുജത്തിന്റെ അടുത്തടുത്ത കോണുകളുടെ സമഭാജികൾ എന്ന് പറഞ്ഞാൽ കോണുകളുടെ സമഭാജികൾ. കോണുകളുടെ സമഭാജി, ആംഗിളിന്റെ ബൈസെക്ടർ. എന്താ ആംഗിളിന്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ? ഒരു ആംഗിള്
ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുവിലൂടെയുള്ള വര അല്ലേ, ഇതിനാണ് ബൈസെക്ടർ എന്ന് പറയുന്നത്. ടോട്ടൽ 60 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് കോണുകൾ എന്താവും 30ഉം 30ആയിട്ട് മാറും. ഓക്കെ, ഇതിനാണ് നമ്മൾ സമഭാജി എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ടോട്ടൽ 80 ആണെങ്കിലോ 40 40 എന്നായിട്ട് മാറും അല്ലേ. കറക്റ്റ്. ടോട്ടൽ 2x ആണെങ്കിലോ 2x ആണെങ്കിൽ അപ്പോൾ ഇത് എക്സും ഇതെന്തായിട്ട് മാറും, എക്സ് ആയിട്ട് മാറും അല്ലേ. ടോട്ടൽ 2a ആണെങ്കിലോ അപ്പോൾ എയും എയും ആയിട്ട് മാറും അല്ലേ. ടോട്ടൽ 2z ആണെങ്കിലോ സെഡും സെഡും ആയിട്ട് മാറും. ഇങ്ങനെ പറയാം അല്ലേ നമുക്ക്. അപ്പോൾ ഇവിടെ സമഭാജി എന്താന്ന് മനസ്സിലായി അല്ലേ. ഓക്കെ ആണല്ലോ, അതായത് ബൈസെക്ടർ അല്ലേ. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ട് എന്താ, എത്ര കോണുണ്ട്? 4 കോണുണ്ട് അല്ലേ, 4 ആംഗിൾ ഉണ്ട്. എയും ബിയും സിയും ഡിയും ഉണ്ട് അല്ലേ. ഈ 4 കോണിൻ്റെയും സമഭാജിയാണ് ഈ വരകളായിട്ട് പോയിട്ടുള്ളത്. എയുടെ സമഭാജി ബൈസെക്ടറാണ് ദേ പോകുന്നത്, അത് ഇവിടെ വെച്ച് മുട്ടി. ഡിയുടെ സമഭാജി ദേ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, ബിയുടെ സമഭാജിയും വരച്ചിട്ടുണ്ട്, സിയുടെ സമഭാജിയും വരച്ചിട്ടുണ്ട്. അങ്ങനെ ആ വരച്ച ബൈസെക്ടേഴ്സ് ഉള്ള ആ വരകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടിമുട്ടിയിട്ടുണ്ട്. എവിടെ കൂട്ടിയിട്ടുണ്ട്? PQRS. പി കണ്ടോ, QRS. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കൂട്ടിമുട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടോ നിങ്ങൾ ചെറിയൊരു ഭാഗം കണ്ടോ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു ചതുർഭുജമാണല്ലോ അല്ലേ, 4 വശങ്ങളാണ്. 1 2 3 4 4 വശങ്ങളാണ്. അതെന്താണെന്ന് പറയണം? ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് പറയണം അല്ലേ. അതൊരു ചക്രീയമാണെന്ന് പറയണം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം അല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞത്? എയുടെ സമഭാജിയാണ്, ബിയുടെ സമഭാജി, സിയുടെ സമഭാജി, ഡിയുടെ സമഭാജി എന്ന് പറയും അല്ലേ. ഞാനിവിടെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഈ കോണുകൾ ഞാൻ ഈ ഒരു ചെറിയ കോണിനെ എ എന്ന് എടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ കോൺ എന്താ, എത്ര വരുന്നത്? എ എന്ന് വരും, ശരിയല്ലേ. ഇതെത്ര വരിക? എ. എന്താ കാരണം? സമഭാജ്യാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ 2 കോണും തുല്യമാണെന്ന് അർത്ഥം. അപ്പൊ ടോട്ടൽ കോൺ എ എത്ര ഇക്കാരം? 2a എന്ന് വരും അല്ലേ. ടോട്ടൽ കോൺ എ എന്ന് പറഞ്ഞാൽ 2a എന്ന് വരും. സംശയം ഉണ്ടോ? ഇല്ല. കാരണം എന്താ ഉണ്ടോ? എയും എയും കൂട്ടിയത് അല്ലേ, അതാണ് ടോട്ടൽ എ എന്ന് പറയുന്നത്. അപ്പോൾ 2a എന്ന് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2x x x എന്നൊക്കെ എടുക്കാം കേട്ടോ, എന്ത് വേണമെങ്കിലും എടുക്കാം. ഇനി ബി എന്ന് പറയുന്ന ഈ വലിയ കോണിൻ്റെ ഞാനിവിടെ ചെറിയ ഭാഗങ്ങളായിട്ട് ഇവിടെ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിട്ട് മാറും? ബി ആയിട്ട് മാറും, കാരണം സമഭാജിയാണ്. അപ്പോൾ ടോട്ടൽ ബി എന്താ? ബി ഈക്വൽ ടു 2b, ശരിയല്ലേ. ബി ഈക്വൽ ടു 2b എന്ന് വരും. ഇനി ഇവിടെ സി എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ ഈ ചെറിയ കോണെന്ന് പറയുന്നത് സി ആയിട്ട്, സ്മോൾ ലെറ്റർ സി ആയിട്ട് എടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? സി ആയിട്ട് മാറും. സി തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. ഇവിടെ എക്സ്, ഇവിടെ വൈ, സെഡ് അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് എടുത്താൽ മതിയാവും. അപ്പം നിങ്ങൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് ചോദ്യങ്ങൾ ഇതുപോലെ വാരിയബിൾസ് ചരങ്ങൾ മാറ്റി നൽകാവുന്നതാണ്. ഇപ്പം സി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അപ്പോൾ 2c ആയിട്ട് മാറും, ശരിയല്ലേ. 2c. അടുത്ത ഇതുപോലെ തന്നെ ഡി എന്ന് നമ്മൾ മാറ്റി എഴുതാം അല്ലേ. ഇപ്പൊ ഡി എന്ന് പറയുമ്പോൾ ഞാനിവിടെ ചെറിയ ഡി എന്ന് എടുത്തു. അപ്പോൾ ഈ കോൺ എന്തായിട്ട് മാറും? ഡി ആയിട്ട് മാറും. എന്താ അതിന്റെ കാരണം എന്ന് പറയുന്നത്? ഇത് രണ്ടും ബൈസെക്ടേഴ്സ് ആണ്, 2 കോണ് തുല്യീകാരം അല്ലേ. ഈ 2 കോണും തുല്യമാണ്. അപ്പോൾ നമുക്ക് 2d എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാം. ഇത് മൊത്തം കൂട്ടിയാൽ എന്താ കിട്ടുക? അതായത് എയും ബിയും സിയും ഡിയും കൂട്ടിയാൽ എന്ത് കിട്ടുന്നു? ഈ 4 കൂട്ടിയാൽ എത്ര? 360 കിട്ടും അല്ലേ. 4 കോണുകൾ, ചതുർഭുജത്തിന്റെ 4 കോണുകൾ കൂട്ടിയാൽ 360 ആണ്. അപ്പോൾ 4 കൂട്ടിയാൽ 360 അല്ലേ. അപ്പോൾ നമുക്കൊന്ന് എഴുതി ഏതൊക്കെ ഇതാണ്? 2a പ്ലസ് 2b പ്ലസ് 2c പ്ലസ് 2d ഈക്വൽ ടു 360. സംശയം ഉണ്ടോ? 4 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 360 ആണ്. മൊത്തത്തിൽ അങ്ങോട്ട് ചെറുതാക്കി കൂടെ നമുക്ക് അല്ലേ. കംപ്ലീറ്റ് അതിനെ പകുതിയാക്കാൻ പറ്റുന്ന നമ്പറാണ്. 2a പകുതി a പ്ലസ് 2b പകുതി b, 2c പകുതി c, 2d പകുതി d ഈക്വൽ ടു 360 പകുതി 180. ഓക്കെ ആണല്ലോ. ഇത് അവിടെ ഇരുന്നോട്ടെ, ഇത് നമുക്ക് ആവശ്യം വരും.
ആദ്യത്തെ കാര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ സംഭവമാണ്. എയും ബിയും സിയും ഡിയും കൂട്ടി എത്ര? 180. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഇനി എന്താ പറയുന്നത്? PQRS എന്ന് പറയുന്ന ഈ ഭാഗം ഇത് എന്താവണം? ചക്രീയ ചതുർഭുജമാവണം. എന്താ ചക്രീയം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത? എതിർ കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കണം? എതിർ കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കണം? 180 ആയിരിക്കണം. അതായത് ഏതെങ്കിലും ഒരെണ്ണം അല്ലേ, ഇപ്പൊ പിയും ഈ ആറും കൂട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഇവിടെയുള്ള പി അല്ലേ, അതും ആറും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 180 കിട്ടിയാൽ മാത്രം മതി. അപ്പൊ പി പ്ലസ് 6, പിയും ആറും കൂട്ടിയാൽ, അതായത് പി പ്ലസ് 6 കോൺ 6 എന്ന് പറയുന്നത് എന്ത് കിട്ടിയാൽ മതി? 180 കിട്ടിയാൽ PQRS എന്ന് പറയുന്നത് എന്തായി? ചക്രീയ ചതുർഭുജമായി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി അത് എങ്ങനെ ചെയ്യുന്നു ആലോചിച്ച് നോക്കാം. നമുക്ക് ഇവിടെ എ എന്ന് പറയുന്നത് അല്ലേ, എ ഇതേതാ? ബി. നിങ്ങൾ ഈ ത്രികോണം കണ്ടോ? എ ബി ആർ എന്ന് പറയുന്ന ത്രികോണം കണ്ടോ? എ ബി ആർ. അതില് ഇത് എയും ഇത് ബിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 6 കണ്ടുപിടിച്ചൂടെ? എത്ര വരിക? ഈ 3 കോണ് കൂട്ടിയാൽ 1 2 3, ഈ 3 കോണ് കൂട്ടിയാൽ എന്താ കിട്ടുക? 180 കിട്ടുക. ശരിയല്ലേ? അപ്പൊ ഈ കോൺ എങ്ങനെ ചെയ്യുക? 180 മൈനസ് എ പ്ലസ് ബി. അത്ര ചെയ്യാ പോലെ അല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടെ ത്രികോണം ട്രയാങ്കിൾ എ ബി ആർ അല്ലേ, എ ബി ആർ. അതില് ഇത് എയും ഇത് ബിയും ആണ്. അപ്പൊ ഇവിടെ എത്ര വരിക? കോൺ 6 ഈക്വൽ ടു എന്ത് വരും? 180 മൈനസ് എ പ്ലസ് ബി. കിട്ടിയോ? ഇനി അടുത്തത് ഈ ത്രികോണം എടുക്കാം. നമുക്ക് ഇനി അടുത്തത് പി അല്ലേ കാണാനുള്ളത് അല്ലേ? അപ്പൊ പി വരുന്ന അടുത്തൊരു ത്രികോണം ഇതെടുത്തൂടെ? ഏത്? ഡി സി പി അല്ലേ? അപ്പൊ ത്രികോണം ഡി സി പി അല്ലേ? ത്രികോണം ഡി സി പിയിൽ നമുക്ക് അത് എടുത്ത് നോക്കാം. അപ്പൊ അത് എടുക്കുമ്പോൾ പി എത്ര വരിക? അതിൽ ഇത് ഡിയും ഇത് സിയും ആണ്. അപ്പൊ എങ്ങനെ വരിക? കോൺ പി അല്ലേ, പി അല്ലേ? നമുക്ക് പി ഈക്വൽ ടു എങ്ങനെ വരും? ഇവിടെ ഡി ഉണ്ട്, ഇവിടെ സി ഉണ്ട്. അപ്പൊ എങ്ങനെ വരിക? 180 മൈനസ് സി, 180 മൈനസ് സി പ്ലസ് ഡി എന്ന് വരും. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി എന്ത് ചെയ്യണം? അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഇപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടി? 6 കിട്ടി, പിയും കിട്ടി. ഇവിടെ എഴുതാൻ ഗ്യാപ്പ് ഇല്ല നമുക്ക്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പെൻസിൽ എഴുതും. നിങ്ങൾ ബുക്കിൽ എഴുതുമ്പോൾ അത് പെൻസിലിട്ട് വൃത്തിയായിട്ട് ഇവിടെ എഴുതി വെക്കാം. അപ്പോൾ 180 മൈനസ് എ പ്ലസ് ബി എന്ന് പറയുന്ന 6 കിട്ടി. പി എന്ന് പറയുന്നത് 180 മൈനസ് സി പ്ലസ് ഡി എന്ന് പറയും. ഇനി അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. 180 കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. അത് കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊരു ചക്രീയ ചതുർഭുജമാണ് എന്ന് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് അതെങ്ങനെ എഴുതാൻ നോക്കാം അല്ലേ? അപ്പോൾ അത് കൂട്ടി വെക്കാം നമുക്ക് അല്ലേ. ഏതൊക്കെയാണ് കൂട്ടാനുള്ളത്? ആർ പ്ലസ് കോൺ പി അല്ലേ ഈക്വൽ ടു 6 എത്രയാ? 6 എന്ന് പറയുന്നത് 180 മൈനസ് എ പ്ലസ് ബി. ശരിയല്ലേ? പിന്നെന്താ? പ്ലസ് പി എന്ന് പറയുന്നത് എന്താ? 180 മൈനസ് സി പ്ലസ് ഡി അല്ലേ? 180 മൈനസ് സി പ്ലസ് ഡി എന്ന് വരും. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഉത്തരം കഴിയാം അല്ലേ? 180 പ്ലസ് 180 എത്ര വരും? 360 വരും അല്ലേ? മൈനസ് ഇവിടെ മൈനസ് എ പ്ലസ് ബി ഉണ്ട്, അതുപോലെ മൈനസ് സി പ്ലസ് ഡി ഉണ്ട്. രണ്ട് മൈനസിനെയും പൊതുവായിട്ട് എടുത്തിട്ട് ബാക്കി എന്തൊക്കെയാണ് വരുന്നത്? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് വരും. ഓക്കെ ആണല്ലോ. ഈക്വൽ ടു 360 മൈനസ് എന്തായിരുന്നു? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡിയുടെ വില അത് എത്രയായിരുന്നു? 180 ആയിരുന്നു. അപ്പോൾ അതിന് പകരം ആ വില നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിന് പകരം ആ വില കൊടുക്കുമ്പോൾ 180 എന്ന് കൊടുക്കുക. 360 നിന്ന് 180 കുറക്കുമ്പോൾ എന്ത് കിട്ടുന്നു? 180 കിട്ടുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ആറും പിയും കൂട്ടിയാൽ എന്ത് കിട്ടി? 180 കിട്ടി. ഇനി പറ, PQRS എന്ന് പറയുന്നത് ചക്രീയ ചതുർഭുജമാണോ അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണോ? ആണ്. എന്തുകൊണ്ട്? എതിർകോണുകൾ അനുപൂരകങ്ങളാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ എതിർകോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അടിയിൽ എഴുതിയ PQRS ചക്രീയമാണ്, സൈക്ലിക് ആണ്. ഓക്കെ, അതിലുള്ള അടുത്ത തെളിയിക്കാനുള്ള ചോദ്യം തന്നെയാണ്. ശരിക്ക് ശ്രദ്ധിക്കുക. ചിത്രത്തിൽ ACBD സമാന്തരമല്ല. ഏതാ AC? AC അതുപോലെ BD ഇവ സമാന്തരമല്ല. പക്ഷേ AC സമം BD അല്ലേ? അങ്ങനെയാണെങ്കിൽ
അതായത് എ സിയും ബി ഡിയും തുല്യമാണെങ്കിൽ എ ബി ഡി സി ചക്രീയമാണെന്ന് തെളിയിക്കുക. ഓക്കെ ആണല്ലോ. ദ ലൈൻ എ സി ആൻഡ് ബി ഡി ആർ നോട്ട് പാരലൽ. Full stop. Prove that if these lines of equal length, then ABDC is a cyclic quadrilateral. അല്ലേ, ABDC is a cyclic quadrilateral. അതിന് മുന്നേ നമ്മൾ കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററലൊക്കെ തുടങ്ങിയ സമയത്ത് ഏതൊക്കെയായിരുന്നു ചക്രീയ ചതുർഭുജങ്ങളായിട്ടുണ്ടായിരുന്നത്? അതായത് സൈക്ലിക് ആയിട്ടുണ്ടായിരുന്നത് ചതുരം, റെക്റ്റാങ്കിൾ, സ്ക്വയർ, പിന്നെ ഐസോസിലസ് ട്രപ്പീസിയം അല്ലേ, സമപാർശ്വലംബകം. അപ്പോൾ സമപാർശ്വലംബകമാണെങ്കിൽ അതെന്താണ്? ചക്രീയ ചതുർഭുജമാണ് അല്ലേ. അപ്പോൾ ഞാൻ ഈ വരച്ചിട്ടുള്ളത് ഒരു സമപാർശ്വലംബകമാണെന്ന് വിചാരിക്കുക. അതിൽ ഈ രണ്ട് വശങ്ങൾ എന്താണ്? സമാന്തരവും സമാന്തരമല്ലാത്ത ഈ രണ്ട് വശങ്ങൾ എന്താണ്? തുല്യവുമായിരിക്കും അല്ലേ, അതായത് ഈക്വൽ ലെങ്ത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്, പാദകോണുകൾ തുല്യമായിരിക്കും. ഇവിടെ ഞാൻ പേര് കൊടുക്കുക ABCD എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചിത്രമല്ല ഇത് നമ്മളൊരു സമപാർശ്വലംബകം, അതായത് ഐസോസിലസ് ട്രപ്പീസിയം ആണെന്ന് വിചാരിക്കുക. എന്താണ് ഐസോസിലസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകതകൾ? A ഈക്വൽ ടു എന്തായിരിക്കും? D ആയിരിക്കും അല്ലേ. Aയും Dയും തുല്യമായിരിക്കും. അതുപോലെ Bയും Cയും തുല്യമായിരിക്കും. പിന്നെ ഒരു പ്രത്യേകത അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? ഡിയും സിയും കൂട്ടിയാൽ D+C എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 180 ആയിരിക്കും. ചക്രീയ ചതുർഭുജാണെങ്കിൽ നമ്മൾ എതിർക്കോണാണ് പറയാം അല്ലേ. പക്ഷേ ഇതൊരു സമപാർശ്വലംബകമാണെങ്കിൽ ഇവിടെയുള്ള രണ്ട് കോണ് കൂട്ടിയാൽ 180 ആയിരിക്കും. അതുപോലെ ഈ രണ്ട് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ചിത്രത്തിൽ ABDC എന്ന് പറയുന്നത് എന്താണെന്ന് തെളിയിച്ചാൽ മതി. ചക്രീയമാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മതി. ഇതൊരു സമപാർശ്വലംബകമാണ്. എയും സിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. എയും സിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊരു എന്താണ്? സമപാർശ്വലംബകമാണ്, ഐസോസിലസ് ട്രപ്പീസിയമാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്തെഴുതാം? ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് എന്താണ്? ചക്രീയമാണ്. ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ തെളിയിക്കേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എഴുതാനുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് തെളിയിക്കുക? അതായത് എയും സിയും കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ 180 കിട്ടുമെന്ന് നമുക്ക് അറിയാം. അതിനുവേണ്ടി ആദ്യം ഈ വര യോജിപ്പിക്കുന്നു. പിയും ക്യൂവും യോജിപ്പിച്ചു. ഇപ്പൊ ഇവിടെ ഒരു കോൺ ഉണ്ടല്ലേ, എ എന്ന് പറയുന്ന കോണും അതുപോലെ തന്നെ ഇവിടെ ഒരു കോൺ അല്ലെ, ഇതിന്റെ പേരെന്താ? PQB എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അത് രണ്ടും നമുക്ക് ഏതെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വേരിയബിൾ ചരം കൊടുത്തിട്ട് നമുക്ക് സുഖം. ഇപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു ഇവിടെ നമുക്ക് എക്സ് എന്ന് എടുക്കാം അല്ലേ. എക്സ് എന്നും ലെറ്റ് എന്ന് ഉപയോഗിച്ചെഴുതും അല്ലേ. ആംഗിൾ എ ഈക്വൽ ടു എക്സ് എന്നും ആംഗിൾ PQB എന്ന് പറയുന്ന കോൺ നമുക്ക് y എന്നും ആയിട്ട് എടുക്കാം അല്ലേ. PQB ഈക്വൽ ടു y എന്ന് എടുത്താൽ ഇപ്പം ഇത് എന്തെടുത്തു? എക്സും ഇത് y എടുത്തു അല്ലേ. അപ്പോൾ എക്സും വൈയും കൂട്ടിയാൽ എന്താ കിട്ടുക? 180 അല്ലേ. എക്സും വൈയും കൂട്ടിയാൽ എന്താ? therefore x + y ഈക്വൽ ടു 180. എന്താ കാരണം? എന്താണ്? ഇതൊരു ചക്രീയ ചതുർഭുജമാണ്. ഏത്? ABQP. അതെങ്ങനെ മനസ്സിലായത്? അതിൻ്റെ ചുറ്റോറും എന്തുണ്ട്? വട്ടമുണ്ട് അല്ലേ. ഇപ്പോൾ വട്ടം ഉണ്ടെങ്കിൽ അതെന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ ചക്രീയം, സൈക്ലിക് എന്ന് എഴുതുക കേട്ടോ. ചക്രീയം, സൈക്ലിക്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂട്ടുമ്പോൾ അതായത് x + y, ഇനി എവിടെ x + y കണ്ടാലും അതെന്താ? 180 ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഈ കോൺ എത്ര കാര്യം വരിക? ഇവിടെ y ആണെങ്കിൽ ഈ കോൺ എത്ര? 2 കൂടി കൂട്ടിയാൽ 180 അല്ലേ. 2 കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ ഈ കോൺ എത്ര വരിക? 180 - y എന്ന് വരും. ശരിയല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് ഈ കോൺ എഴുതാം. കോൺ PQD ഈക്വൽ ടു 180 - y. വേറൊരു സംഭവം ഉണ്ട്, വളരെ വേഗത്തിൽ നമുക്ക് ഇങ്ങോട്ട് എത്താട്ടോ. എങ്ങനെയാ? നമ്മളൊരു സംഭവം പഠിച്ചിട്ടുണ്ട്. ഏതാ? ഒരു ചതുർഭുജത്തിൻ്റെ, ഒരു ചക്രീയ ചതുർഭുജത്തിൻ്റെ ഒരു മൂലയിലുള്ള ബാഹ്യകോൺ
അതിൻ്റെ എതിർഭാഗത്തുള്ള കോണിന് തുല്യമാണ്. അപ്പോൾ ഈ വൈ ഇതിനെന്തായിരിക്കും തുല്യമായിട്ട് വരും. വേണമെങ്കിൽ അങ്ങനെ വളരെ വേഗത്തിൽ എഴുതാം. അപ്പോൾ പി ക്യു ഡി ഈക്വൽ ടു 180 - y ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് 180 - y ആണെങ്കിൽ ഈ ഭാഗത്തുള്ള കോൺ എത്രയായിരിക്കും? y ആയിരിക്കും. കാരണം എന്താ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? 180 കിട്ടുക. നേരത്തെ ഇവിടെ എക്സ് അല്ലേ, ഇവിടെ y ഇത് രണ്ടും കൂടി കൂട്ടി എത്രയാണ്? 180. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ചക്രീയ ചതുർഭുജം അല്ലേ, ഒരു വട്ടത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് 180 - y ആണെങ്കിൽ ഇവിടെ എത്ര വരിക? y ആണ് വരിക. എന്താ കാരണം? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം therefore കോൺ സി ഈക്വൽ ടു y. ഇതിൻ്റെ കാരണം എന്താ? 180 - y അല്ലേ. 180 നിന്ന് 180 - y കുറച്ച്. ഇപ്പോൾ 180 മൈനസ് ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ ഈ മൈനസ് പോകും അല്ലേ. അപ്പോൾ 180 + y ആവും. 180 പോയാൽ 0, ബാക്കി എന്താ ഉണ്ടാവുക? +y എന്ന് പറഞ്ഞാൽ y എന്ന് ഉത്തരം കിട്ടും. ഐഡിയ കിട്ടിയല്ലോ. ഇനി നിങ്ങൾക്ക് പറയാം, ഇപ്പോൾ ഇവിടെ ax നമ്മൾ ചെയ്തു, ഇവിടെ y കൊടുത്തു. അപ്പോൾ നമ്മൾ എഴുതി എക്സും വൈയും കൂട്ടിയാൽ എത്രയാണ്? 180 എന്ന് എഴുതി. ഇത് y ആണെങ്കിൽ ഇവിടെ എന്ത് കിട്ടി? 180 - y. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. ഇത് 180 - y കിട്ടിയപ്പോൾ ഇത് y കിട്ടി. ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എക്സും +y, x + y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180. അപ്പോൾ ഈ x + y എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും? 180 ആയിരിക്കും. therefore ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180. therefore അങ്ങനെയാണെങ്കിൽ ബി ഡി സി എ നമുക്ക് ചോദ്യത്തിലേതുപോലെ തന്നെ എഴുതാം. എ ബി ഡി സി ഒരു സമപാർശ്വലംബകമാണ് അല്ലേ. എ ബി ഡി സി ഒരു സമപാർശ്വലംബകം. എന്തുകൊണ്ടാ? ഈ രണ്ട് കോണ് കൂട്ടിയപ്പോൾ 180 കിട്ടി. സമപാർശ്വലംബകം എന്ന് പറഞ്ഞാൽ ഐസോസ്ലസ് ട്രപ്പീസിയം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് എഴുതുക? ഐസോസ്ലസ്. ഇംഗ്ലീഷ് മീഡിയംകാർ ഐസോസ്ലസ് എ ബി ഡി സി ഈസ് എ ഐസോസ്ലസ് ട്രപ്പീസിയം. therefore സമപാർശ്വ ലംബകങ്ങൾ എന്താണ്? ചക്രീയ ചതുർഭുജമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആയതിനാൽ therefore എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എ ബി ഡി സി ഒരു ചക്രീയ ചതുർഭുജമാണ്. എന്തുകൊണ്ടാണ് ചക്രീയ ചതുർഭുജമായത്? നമ്മൾ ഇത് ഈ കോണും കൂട്ടിയപ്പോൾ ഈ രണ്ട് കോണുകൾ കൂട്ടിയപ്പോൾ 180 കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞോ? ഇല്ല. പക്ഷേ ഈ രണ്ട് കോണ് കൂട്ടിയപ്പോൾ എന്തായി? 180 ആയി. അങ്ങനെ ഈ രണ്ട് കോണ് കൂട്ടുമ്പോൾ 180 ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഇതൊരു സമപാർശ്വലംബകമാണ്. സമപാർശ്വലംബകങ്ങൾ ചക്രീയമാണെന്ന് നമ്മൾ ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ.